ചാണക്യന്റെ നീതിശാസ്ത്രപ്രകാരം ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും സമ്പത്തിന്റെയും ദാമ്പത്യത്തിന്റെയും ജീവിതത്തെ കുറിച്ച് പറയുന്നു. എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്, ആരിലൊക്കെയാണ് സന്തോഷവും ദുരിതവും ഇല്ലാത്തവർ എന്ന് നമുക്ക് നോക്കാം. ചാണക്യന്റെ നിർദ്ദേശത്തിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: വീട്ടിലെ അംഗങ്ങൾ കാണിക്കുന്ന ചതിയിൽ വേദനിക്കുന്നവർ. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കാണിക്കുന്ന ചതി പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നു. പ്രത്യേകിച്ച് വിശ്വാസവഞ്ചന നടത്തുന്നവരാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കുകയില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഒരിക്കലും സന്തോഷം ഇവർക്ക് ലഭിക്കുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കണം എന്നതാണ് ചാണക്യൻ പറയുന്നത്. ചാണക്യന്റെ രണ്ടാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നത് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നവരെ കുറിച്ചാണ്. ഏത് കാര്യത്തിനും എപ്പോഴും ദിവസം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ലഭിച്ചാലും പലപ്പോഴും ദുഃഖകരമായി മാറുന്നു. ജീവിതം തന്നെ മാറി മറിയുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും ഈ ദുഃഖം നിങ്ങളെ എത്തിക്കുന്നു. എന്നാൽ സന്തോഷകരമായ പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പലപ്പോഴും ദുഃഖത്തിൽ മാത്രം ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒരിക്കലും സന്തോഷപ്രദമായിരിക്കുകയില്ല എന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ മൂന്നാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നത് കടബാധ്യത മൂലം ദുഃഖിക്കുന്നവരെ കുറിച്ചാണ്. നിങ്ങൾക്കുണ്ടാവുന്ന കടബാധ്യതയും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇത് എത്തിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളിലേക്കും ഇത് നിങ്ങളെ എത്തിക്കുന്നു. എല്ലാ തരത്തിലുള്ള സന്തോഷത്തിനെയും കടബാധ്യത ഇല്ലാതാക്കുന്നു. പലപ്പോഴും ഇത്തരം ആളുകൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. അവരുടെ കുടുംബത്തിലും സമാധാനക്കേടുണ്ടാക്കുന്നു എന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ പറയുന്ന നാലാമത്തെ നിർദ്ദേശം ഇതാണ്: മക്കളെ കുറിച്ച് സങ്കടപ്പെടുന്നവർ. പലപ്പോഴും മക്കളെ കുറിച്ചുള്ള ആധി പല വിധത്തിലാണ് മാതാപിതാക്കളെ പ്രശ്നത്തിലാക്കുന്നത്. ഇത് അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ പലപ്പോഴും യോഗ്യതയില്ലാത്ത മക്കളുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇത് പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ അഞ്ചാമത്തെ നിർദ്ദേശം പറയുന്നത് ചില സ്ത്രീകളുടെ സ്വഭാവം കാരണം വേദനിക്കുന്നവരെ കുറിച്ചാണ്. പലപ്പോഴും കുടുംബത്തിലുള്ള സ്ത്രീകളുടെ സ്വഭാവവും നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നു എന്നാണ് ചാണക്യൻ പറയുന്നത്. പലപ്പോഴും സ്ത്രീകളുടെ സ്വഭാവശുദ്ധി പ്രത്യേകിച്ച് കുടുംബത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്നു. ഇത്തരക്കാരുടെ കുടുംബത്തിൽ ആളുകൾ വളരെയധികം ദുഃഖിതരും അതുപോലെ തന്നെ അസ്വസ്ഥരുമായിരിക്കും. ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന അവസ്ഥയും ഉണ്ടാവുന്നു. ചാണക്യൻ പറയുന്ന മറ്റൊരു നിർദ്ദേശം എപ്പോഴും കള്ളം പറഞ്ഞ് സ്വയം വേദനിക്കുന്നവരെ കുറിച്ചാണ്. ഏത് കാര്യത്തിനും കള്ളം പറയുന്നവർക്കും പലപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഇതൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല. കാരണം ഇവർ ഒരു കള്ളം മറക്കുന്നതിന് വേണ്ടി പലപ്പോഴും അടുത്ത കള്ളം പറയുന്നു. അതിനെ മറക്കാൻ അടുത്തത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതെല്ലാം തന്നെ ജീവിതത്തിൽ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും വിടാതെ പിന്തുടരുന്നതിലേക്ക് എത്തിക്കുന്നു. ചാണക്യൻ പറയുന്നത് പ്രകാരം കള്ളം പറയുന്നവർ അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കണമെന്നാണ്. ചാണക്യ നീതി പ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ പലർക്കും ഉണ്ടാവുന്നു. പലപ്പോഴും ചാണക്യ നീതി പ്രകാരം നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഏത് സമയവും ജീവിതത്തിൽ സങ്കടവും ദുരിതവും നിലനിൽക്കുന്ന ചില ആളുകളുമുണ്ട്. ചാണക്യനാകട്ടെ ലോകത്തെ ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായി തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.
നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.